നമുക്ക് സർഫസ് ഏരിയ കാണാനുള്ള പ്രോബ്ലമാണ്. പോർഷൻ ഓഫ് ദ പ്ലെയിൻ y പ്ലസ് 2z ഈക്വൽ ടു 2 ഇൻസൈഡ് ദ സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പം സിലിണ്ടറിൻ്റെ അകത്തെ പോർഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്ലെയിൻ y പ്ലസ് 2z എന്നുള്ള y പ്ലസ് 2z ഈക്വൽ ടു 2 എന്നുള്ള പ്ലെയിന് സിലിണ്ടറിൻ്റെ അകത്ത് വരുന്ന പോർഷൻ മാത്രം നമ്മൾ, അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സിലിണ്ടറും ഒക്കെ വരുമ്പോൾ നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, ഇസഡ് ഈക്വൽ ടു ഇസഡ്, ആ ഒരു ഫോമിലാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇസഡ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഇസഡ് എന്ന് പറയുന്നത് 2z ഈക്വൽ ടു 2 മൈനസ് വൈ. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു 2 മൈനസ് വൈ ബൈ 2. വൈക്ക് പകരം നമുക്ക് ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് 2 മൈനസ് ആർ സൈൻ തീറ്റ ബൈ 2 ആണ്. ഇപ്പോൾ നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദി പോർഷൻ ഓഫ് ദ പ്ലെയിൻ ഇൻസൈഡ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഫങ്ഷൻ ഓഫ് ആർ ബാർ ഓഫ് ആർ കോമ തീറ്റ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യും. കാരണം എക്സും വൈയും ഇസഡും എല്ലാം ഫങ്ഷൻ ഓഫ് ആർ ആൻഡ് തീറ്റ. ഇപ്പോൾ സിലിണ്ടറിൻ്റെ ഇക്വേഷൻ നമ്മൾ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. എന്നിട്ട് ആറിൻ്റെ റേഞ്ച് നമ്മൾ 0 തൊട്ട് ഇവിടെ എന്താണോ റേഡിയസ് വന്നേക്കുന്നത് അതാണ്. അപ്പോൾ ഇവിടെ ആർ 0 to 1 വരും. ഫുൾ സർക്കിൾ സിലിണ്ടർ ആയതുകൊണ്ട് തീറ്റ 0 to 2π വേരി ചെയ്യും. അപ്പോൾ ആർ ബാർ ഓഫ് ആർ തീറ്റ എന്ന് പറയുന്നത് എക്സ് കമ്പോണൻറ്റ് ആർ കോസ് തീറ്റ ഐ, വൈ കമ്പോണൻറ്റ് ആർ സൈൻ തീറ്റ ജെ, കെ കമ്പോണൻറ്റ് 2 മൈനസ് ആർ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 2k എന്ന് വരും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. എന്നിട്ട് നമ്മൾ ചെയ്തത് എന്താണ്, ഈ ഇസഡിന് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണല്ലോ നമുക്ക് വേണ്ടത്. അതിന് വേണ്ടി ഇവിടെ നിന്ന് ഇസഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസഡ് ഇസ് ഈക്വൽ ടു 2 മൈനസ് വൈ. അപ്പം നമുക്ക് ആർ ബാർ ഓഫ് ആർ തീറ്റ ഫോമിൽ കിട്ടി. ദെർഫോർ ഇനി നമുക്ക് സർഫസ് ഏരിയ നമ്മൾ കണ്ടു. ആർ ബാർ ഓഫ് യു കോമ വി ഫോമിലാണെങ്കിൽ സർഫസ് ഏരിയയുടെ ഫോമുല ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദ റേഞ്ച് ഓഫ് യു കോമ വി മോഡുലസ് ഓഫ് ആർ ബാർ ഓഫ് യു ക്രോസ് ആർ ബാർ ഓഫ് യു ഡി യു ഡി വി. അപ്പോൾ നമുക്ക് ആർ ബാർ ഓഫ് ആർ കാണാം. ആറ് ചെയ്യുമ്പോൾ ആറ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ, ഇവിടെ ആറ് വെച്ച് ചെയ്യുമ്പോൾ മൈനസ് സൈൻ തീറ്റ ബൈ 2k എന്ന് വരും. ആർ ബാർ ഓഫ് തീറ്റ ചെയ്താൽ മൈനസ് ആർ സൈൻ തീറ്റ ഐ പ്ലസ് ആർ കോസ് തീറ്റ ജെ മൈനസ് ആർ ബൈ 2 കോസ് തീറ്റ കെ എന്ന് കിട്ടും. ദെർഫോർ ആർ ബാർ ഓഫ് ക്രോസ് ആർ ബാർ ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു ഐ ജെ കെ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ ബൈ 2. അടുത്തത് മൈനസ് ആർ സൈൻ തീറ്റ ആർ കോസ് തീറ്റ മൈനസ് ആർ ബൈ 2 കോസ് തീറ്റ നമ്മൾ കണ്ടുപിടിക്കണം. ഐ ഇൻറ്റു മൈനസ് ആർ ബൈ 2 കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് ഓഫ് മൈനസ് എന്ന് പറയാം പ്ലസ് ആർ ബൈ 2 കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് ജെ ഇൻറ്റു മൈനസ് ആർ ബൈ 2 കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ 3 മൈനസ് വരും, അത് രണ്ടും കൂടെ മൈനസ് പ്ലസ് മൈനസ് ഓഫ് ആർ ബൈ 2 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കെ ഇൻറ്റു ആർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് മൈനസ് ഓഫ് മൈനസ് ആവും പ്ലസ് ആർ സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആദ്യത്തെ ടേം 0, അപ്പോൾ 0 ആയി. ഇവിടെ മൈനസ് ആർ ബൈ 2 പുറത്തെടുത്താൽ പ്ലസ് ആർ ബൈ 2 ജെ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കെ ഇൻറ്റു ആർ, നമുക്ക് 6 പുറത്തെടുത്താൽ ആർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ കെ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ആർ ബൈ 2 ജെ പ്ലസ് ആർ കെ. ഐ കമ്പോണൻറ്റ് 0 ആണ്. ദെർഫോർ മോഡുലസ് ഓഫ് ആർ ബാർ ഓഫ് ആർ ക്രോസ് ആർ ബാർ ഓഫ് തീറ്റ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ആർ ബൈ 2 സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ വരും. അപ്പോൾ അത് സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ ബൈ 4 പ്ലസ് ആർ സ്ക്വയർ. അപ്പോൾ അത് 5r² / 4 വരും. സ്ക്വയർ റൂട്ട് ഓഫ് 5r² / 4.
ഈക്വൽ ടു √5r/2. നമ്മൾ ചെയ്തത് r⁻(r)ഉം r⁻θയും കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിൻ്റ് കാണും, അല്ലെങ്കിൽ മോഡുലസ് കാണും. മോഡുലസ് കാണുമ്പോൾ നമുക്ക് r⁻(r) + r⁻θ ഇത് കിട്ടി. എന്നിട്ട് അതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ i⁻², j⁻² + k⁻²ൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ r²/2, r²/4 + r² എന്ന് പറഞ്ഞാൽ 5r²/4ൻ്റെ സ്ക്വയർ റൂട്ട്. ഇത് √5r/2. ഹിയർ ഇവിടെ സിലിണ്ടർ എന്ന് പറയുന്നത് x² + y² = 1 ആയതുകൊണ്ട് r വേരീസ് ഫ്രം 0 to 1, തീറ്റ വേരീസ് ഫ്രം 0 to 2π. ഫുൾ സിലിണ്ടർ ഉള്ളത് കൊണ്ട് 0 to 2π ആണ് സിലിണ്ടർ തീറ്റ വേരി ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ആറിൻ്റെയാണ്. ഇവിടെ റേഡിയസ് എത്രയാണോ അതിലൂടെ 0 തൊട്ട് ആ റേഡിയസ് എത്രയാണോ അതുവരെയാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 0 to 1 വരും. Therefore ഏരിയ ഈസ് ഈക്വൽ ടു integral 0 to 2π integral 0 to 1 modulus of r⁻(r⁻θ dr dθ. ഇതിൽ നമ്മൾ പഠിച്ചത് മോഡുലസ്, നമ്മൾ സർഫസ് ഏരിയയുടെ ഫോർമുല പഠിച്ചേക്കുന്നത് ഇൻ്റഗ്രൽ 0 യുവിൻ്റെയും വിയുടെയും റേഞ്ച് ഇൻറ്റു മോഡുലസ് ഓഫ് r⁻(u) × r⁻(v) du dv. ഇവിടെ ആറിനും യുവിനും വിക്കും പോലെ ആറും തീറ്റായി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു integral 0 to 2π integral 0 to 1 r⁻(r) × r⁻θ എന്ന് പറയുന്നത് √5/2 r dr dθ. അപ്പോൾ നമുക്ക് integral 0 to 2π integral 0 to 1 √5/2 r dr dθ എന്ന് കിട്ടി. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സർഫസ് ഏരിയ കിട്ടും. ആദ്യം r വെച്ചിട്ടാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2π √5/2 കോൺസ്റ്റൻ്റ് ആണ്. ആറിനെ ചെയ്യുമ്പോൾ r²/2 റേഞ്ച് 0 to 1 dθ. r²/2 1 - 0 ചെയ്യുമ്പോൾ 1/2. അപ്പോൾ അത് √5/4 വരും. ഇവിടെ 2, ഇവിടെ 2, √5/4 ഇൻ്റഗ്രൽ 0 to 2π dθ. അപ്പോൾ √5/4 തീറ്റ ഫ്രം 0 to 2π √5/4 ഇൻറ്റു 2π. √5/2 പൈന്ന് ആൻസർ കിട്ടും. √5/2 പൈ ആണ് ആൻസർ. സെക്കൻഡ് പാർട്ട് കോണാണ്. z is equal to 2 into √(x² + y²) between the planes z equal to 2, z equal to 6. അപ്പം കോണ് z equal to 2 തൊട്ട് z equal to 6 വരെ. അപ്പോൾ കോണായതുകൊണ്ട് നമുക്ക് x equal to r cos θ, y equal to r sin θ കൊടുത്താൽ z എന്തായിട്ട് മാറും? z is equal to 2 into r² cos² θ plus r² sin² θ. r² കോമൺ ആയിട്ട് എടുത്താൽ cos² + sin² 1 ആണ്. അപ്പോൾ 2r എന്ന് വരും. അപ്പോൾ z is equal to 2r. നമുക്ക് കോണിൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. അപ്പോൾ സാധാരണ കോണ് സിലിണ്ടറൊക്കെ വരുമ്പോൾ നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ x equal to r cos θ, y equal to r sin θ. ഇവിടെ നമുക്ക് ഇസഡിന് റേഞ്ച് തന്നിട്ടുണ്ട്. ഇസഡ് 2 തൊട്ട് 6 വരെയാണ്. അപ്പം കോണായതുകൊണ്ട് നമുക്കൊരു സർക്കുലർ ഫോം ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ കോണിപ്പം ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ z equal to എക്സും വൈയും 0 വരുമ്പം z is equal to 2. ഇപ്പം കോൺ ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നൊരു കോണാണ്. ഇത് z equal to 2 എന്നുള്ള പോയിൻ്റ്. ഇവിടെ z equal to 6. 2 തൊട്ട് 6 വരെയുള്ളത്. അപ്പം മൊത്തം ഒരു സർക്കുലർ പോർഷൻ ആയതുകൊണ്ട് തീറ്റ എന്ന് പറയുന്നത് 0 തൊട്ട് 2π വരെ വേരി ചെയ്യും. അപ്പോൾ നമുക്ക് z is equal to 2r കിട്ടി. അപ്പം x equal to r cos θ. അപ്പോൾ z is equal to 2r. z 2r ആണ്. അപ്പോൾ z equal to 2 implies r is equal to 1. z 2 വരുമ്പോൾ r 1 ആണ്. z equal to 6 implies ഇവിടെ 6 വരുമ്പോൾ r എന്ന് പറയുന്നത് 6/2, r equal to 3. Therefore r varies from 1 to 3. തീറ്റ എന്ന് പറയുന്നത് സർക്കുലർ ഫോമിൽ കിടക്കുന്നതുകൊണ്ട് 0 to 2π. Theta equal to 0 to 2π. Therefore, the parametric equation of the cone is r bar of r comma theta is equal to
ആർ കോസ് തീറ്റ ഐ ആർ സൈൻ തീറ്റ ജെ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് 2r എന്ന് വരും. അപ്പം നമുക്ക് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ 2r. പിന്നെ റേഞ്ച് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. തീറ്റ വേരീസ് ഫ്രം 0 to 2π, ആർ വേരീസ് ഫ്രം 1 to 3. ഇനി നമുക്ക് ആർ ബാർ ഓഫ് പാരാമെട്രൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ആർ ബാർ ഓഫ് ആർ എന്ന് പറയുന്നത് കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ പ്ലസ് 2k എന്ന് വരും. ആർ ബാർ ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ആർ സൈൻ തീറ്റ ഐ പ്ലസ് ആർ കോസ് തീറ്റ ജെ പ്ലസ് 0k എന്ന് വരും. കാരണം അതിൻ്റെ അകത്ത് തീറ്റ ഇല്ല. അപ്പം 6 വെച്ച് ചെയ്യുമ്പോൾ കോസ് തീറ്റ, ഇവിടെ സൈൻ തീറ്റ, ഇവിടെ 2. തീറ്റ വെച്ച് ചെയ്യുമ്പോൾ മൈനസ് ആർ കോസ് സൈൻ തീറ്റ പ്ലസ് ആർ കോസ് തീറ്റ 0k. ആർ ബാർ ഓഫ് ആർ ക്രോസ് ആർ ബാർ ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു ഐ ജെ കെ കോസ് തീറ്റ സൈൻ തീറ്റ 2 മൈനസ് ആർ സൈൻ തീറ്റ ആർ കോസ് തീറ്റ 0. അപ്പം ഐ ഇൻറ്റു 0 മൈനസ് 2r കോസ് തീറ്റ മൈനസ് ജെ ഇൻറ്റു 0 മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് 2r സൈൻ തീറ്റ പ്ലസ് കെ ഇൻറ്റു ആർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സൈൻ സ്ക്വയർ തീറ്റ. നമുക്കത് മൈനസ് 2r കോസ് തീറ്റ ഐ മൈനസ് 2r സൈൻ തീറ്റ ജെ പ്ലസ് ആർ കോമൺ എടുത്താൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1. അപ്പോൾ ആർ കെ മോഡുലസ് ഓഫ് ആർ ബാർ ഓഫ് ആർ ക്രോസ് ആർ ബാർ ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു 4r സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ 4r സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ. ആദ്യത്തെ രണ്ടിൽ നിന്ന് 4r സ്ക്വയർ എടുത്താൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ 4r സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5r സ്ക്വയർ. അപ്പോൾ അത് √5r ആണ്. Therefore, area is equal to integral 0 to 2π r 1 തൊട്ട് 3 വരെ മോഡുലസ് ഓഫ് ആർ ബാർ ഓഫ് ആർ ക്രോസ് ആർ ബാർ ഓഫ് തീറ്റ dr d തീറ്റ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π ഇൻ്റഗ്രൽ 1 to 3 ആർ ബാർ ഓഫ് ആർ. അപ്പോൾ √5r dr d തീറ്റ. √5 കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ 0 to 2π r വെച്ച് ചെയ്യുമ്പം r²/2 റേഞ്ച് 1 to 3 d തീറ്റ. അപ്പം 3²/2 എന്ന് പറയുമ്പോൾ നമുക്കത് √5 ഇൻ്റഗ്രൽ 0 to 2π 3² എന്ന് പറയുമ്പോൾ 9 1 വരുമ്പോൾ 9 - 1/2 d തീറ്റ. അപ്പോൾ അത് 8/2 4√5 വരും. 4√5 ഇൻ്റഗ്രൽ 0 to 2π d തീറ്റ. √5 തീറ്റ ഫ്രം 0 to 2π. അപ്പോൾ അത് 2π വരും. അപ്പോൾ 4√5 × 2π. അപ്പോൾ നമുക്ക് ആൻസർ 8π√5 വരും.